എന്തൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടെ ആരാധകർക്ക് മുന്നിലേക്കെത്തുന്ന താരമാണ് രഞ്ജിനി ഹരിദാസ്. ചടുലമായ വാക്കുകളിലൂടെ പതിനായിരക്കണക്കിന് ആരാധകരെ വേദിക്ക് മുന്നിൽ പിടിച്ചിരുത്താൻ കഴിവുള്ള രഞ്ജിനി ഇന്ന് കേരളത്തിലെ നമ്പർ 1 അവതാരകയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ രഞ്ജിനിയെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. സോഷ്യൽ മീഡിയയിലും സജീവമായ രഞ്ജിനി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് വളരെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു വിവരമാണ്. ഈ ക്രിസ്മസിന് താൻ ആശുപത്രിയിലാണെന്ന വാർത്തയാണ് രഞ്ജിനി പങ്കുവച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷൻ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അത് കാര്യമാക്കിയില്ല. എന്നാൽ ഒടുക്കം അത് തൻ്റെ ആരോഗ്യനില വഷളാക്കി എമർജൻസി അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണെന്നാണ് രഞ്ജിനി പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം കൈയിലൂടെ ശരീരത്തിലേക്ക് ബ്ലഡ് കയറ്റുന്നതിൻ്റെ ചിത്രവും ചേർത്തിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അവതാരകരിൽ ഒരാളായ രഞ്ജിനി പങ്കുവച്ച ചിത്രം ഏറെ ആശങ്കയോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തിരിച്ച് പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചുവരൂ എന്നറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതും. അതേസമയം രഞ്ജിനിക്കൊപ്പം കാമുകൻ ശരത്തും അമ്മയും സഹോദരനും കുടുംബവുമെല്ലാം ആശ്വാസമായി ഒപ്പം തന്നെയുണ്ട്. വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ട താരമാണ് രഞ്ജിനി. അവതാരക മാത്രമല്ല, ഒരു മോഡൽ കൂടിയാണ് താരം. ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിൽ വന്നതോടെയാണ് താരത്തിനെ മലയാളികൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അഭിനയവും തനിക്ക് വഴങ്ങുമെന്ന് രഞ്ജിനി തെളിയിച്ചിട്ടുണ്ട്. 2007 മുതൽ 2014 വരെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ ജോലി ചെയ്തിരുന്ന ആളാണ് രഞ്ജിനി. രഞ്ജിനിയെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ഈ സമയത്താണ്. എന്നാൽ ഇതിന് പിന്നാലെ മറ്റു ചാനലുകളിലും വർക്ക് ചെയ്തിരുന്നു. ഇതൊന്നും പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ ചാനലുകളിൽ സജീവമല്ലെങ്കിലും കോർപ്പറേറ്റ് ഷോകളും ബിസിനസ് ഷോകളും എല്ലാം അവതരിപ്പിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ പണിയില്ലാതെ നടക്കുകയാണ് രഞ്ജിനി എന്ന തരത്തിലുള്ള ചർച്ചയും ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആങ്കർമാരിൽ ഒരാളാണ് ഞാൻ എന്നാണ് രഞ്ജിനി വ്യക്തമാക്കിയത്. തൻ്റെ പ്രതിഫലത്തിൽ ഒരു ഇടിവും വന്നിട്ടില്ല എന്നും രഞ്ജിനി പറഞ്ഞിരുന്നു. സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും താരത്തിനുണ്ട്. തൻ്റെ പുത്തൻ വിശേഷങ്ങളെല്ലാം രഞ്ജിനി ആരാധകരുമായി പങ്കുവെക്കുന്നത് ഈ ചാനലിലൂടെയാണ്. രഞ്ജിനിയുടെ സ്വകാര്യ ജീവിതം മുൻപ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. 16 വർഷമായി തൻ്റെ സുഹൃത്തായിരുന്ന ശരത്തുമായിട്ടാണ് താൻ പ്രണയത്തിൽ ആയതെന്ന് രഞ്ജിനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോവിഡ് കാലത്താണ് തൻ്റെ പ്രണയം രഞ്ജിനി വെളിപ്പെടുത്തിയത്. ഒരു പ്രസിദ്ധീകരണത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് കാമുകൻ ശരത് പുളിമൂടിനെക്കുറിച്ച് രഞ്ജിനി മനസ്സ് തുറന്നത്. 16 വർഷമായി ശരത്തിനെ പരിചയമുണ്ട്. ആ സമയത്ത് ശരത്ത് വിവാഹിതനായിരുന്നു. രഞ്ജിനി മറ്റൊരു റിലേഷനിലും. ഇപ്പോഴാണ് രണ്ടുപേരും സിംഗിളായതും പ്രണയം സംഭവിച്ചതും. ഈ പ്രണയം വിവാഹത്തിലേക്ക് കടക്കുമോ എന്നറിയില്ലെന്നാണ് രഞ്ജിനി അന്ന് വ്യക്തമാക്കിയത്. ശരത്തുമായുള്ള ചിത്രങ്ങൾ ഇടയ്ക്കിടെ രഞ്ജിനി പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇരുവരും ഒന്നിച്ചുള്ള പ്രണയം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ബിസിനസ്സുകാരനാണ് രഞ്ജിനിയുടെ കാമുകൻ ശരത് പുളിമൂട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.